സാറേ, ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷാവസ്ഥയ്ക്ക് നിലവിൽ അയവ് വന്നിട്ടുണ്ട്. പക്ഷേ ഇന്ത്യയുടെ കൂടെ നിൽക്കുമെന്ന് നമ്മൾ തോന്നിയിരുന്ന ട്രംപ് അല്ലെ അമേരിക്കൻ ഭരണകൂടം പെട്ടെന്ന് പാകിസ്ഥാൻ ഭാഗത്തേക്ക് ചെരിയുന്നു. എന്നിട്ട് ഒരു വെടിനിർത്തൽ വേണമെന്ന് പറയുന്നു. അപ്പോൾ ഇതിനകത്തൊക്കെ ഉയരുന്നൊരു സംശയം, ട്രംപിൻ്റെ അമേരിക്കയ്ക്ക് പാകിസ്ഥാനിൽ എന്തെങ്കിലും നിക്ഷിപ്ത താല്പര്യം ഉണ്ടാവുമോ? അതായത് ട്രംപിനും അമേരിക്കയ്ക്കും പ്രത്യേകിച്ച് ബലൂചിസ്ഥാനിൽ നിക്ഷിപ്ത താല്പര്യങ്ങളുണ്ട്. കാരണം അവിടെ ധാതുമണൽ സമ്പത്തുണ്ടല്ലോ, അതിലൊരു കണ്ണുണ്ട് എന്ന് റിപ്പോർട്ടുകളുണ്ട്. ഈ സംഘർഷത്തിന് മുമ്പ് ഏപ്രിൽ 9 ഈ സൗത്ത് ഏഷ്യ കാര്യങ്ങൾ നോക്കുന്ന അമേരിക്കയിലെ ഉദ്യോഗസ്ഥൻ പാകിസ്ഥാനിൽ പോയി അസിം മുനീർ ഉൾപ്പെടെയുള്ളവരെ കണ്ട് ചർച്ചയൊക്കെ നടത്തിയിരുന്നു, ഈ ധാതുമണൽ കരാറുകൾ ഒപ്പുവെക്കാനുമൊക്കെ. അപ്പോൾ പാകിസ്ഥാൻ നശിച്ചു പോകരുത്, ആ രാജ്യം ഉണ്ടാവണം, അവിടെ ഇതുപോലൊരു ഭരണകൂടം ഉണ്ടാവണം എന്നുള്ള താല്പര്യം അമേരിക്കയ്ക്കുണ്ട്. അതുകൊണ്ടാണ് ട്രംപ് ഒരു ആവശ്യമില്ലാതെ ഞാൻ ഇടപെട്ടിട്ടാണ് വെടിനിർത്തൽ ഉണ്ടായത് എന്നൊക്കെയുള്ള പൊങ്ങച്ചമൊക്കെ ആ കാലത്ത് പറഞ്ഞുകൊണ്ടിരുന്നത്. അങ്ങനെ പൊങ്ങച്ചം പറഞ്ഞതിൻ്റെ കാരണം എന്താണെന്നുള്ളത് ഇപ്പോൾ വ്യക്തമാണ്. അപ്പോൾ എറിക് മേയർ എന്ന് പറഞ്ഞ ഉദ്യോഗസ്ഥനാണ് ഇസ്ലാമാബാദിൽ ചെന്നിരുന്നത് ഏപ്രിൽ 9 സീനിയർ ബ്യൂറോ ഒഫീഷ്യൽ ഫോർ സൗത്ത് ആൻഡ് സെൻട്രൽ ഏഷ്യ. ഇതാണ് പദവി. സൗത്ത് ഏഷ്യ എന്ന് പറയുന്നതാണല്ലോ ഇന്ത്യയും ഈ പാകിസ്ഥാനും ഈ രാജ്യങ്ങളും നമ്മുടെ അയൽ രാജ്യങ്ങളും ഒക്കെ ഉള്ളതാണ് സൗത്ത് ഏഷ്യ, തെക്കനേഷ്യ. അപ്പോൾ തെക്കനേഷ്യ ഉൾപ്പെടെയുള്ള മധ്യേഷ്യയുടെയും ഒക്കെ കാര്യങ്ങൾ നോക്കുന്ന ഉദ്യോഗസ്ഥൻ എറിക് മേയർ ഇസ്ലാമാബാദിൽ ചെന്നിരുന്നു. എന്നിട്ട് ഈ മിനറൽ വെൽത്ത്, ധാതുമണൽ സമ്പത്തിനെ പറ്റി ചർച്ച ചെയ്തു. ധാതുമണൽ സമ്പത്ത് ഇനി ക്ലീൻ എനർജിക്കും ഡിഫൻസ് സപ്ലൈ ചെയിനുകൾക്കും ആവശ്യമുണ്ട് ഇനിയുള്ള കാലത്ത്. ന്യൂ ഓയിൽ ഇതാണ് പറയുന്നത്. അതിനെ ഈ ലിഥിയം, കോബാൾട്ട് തുടങ്ങിയ മൂലകങ്ങളൊക്കെ, പുതിയ എണ്ണ എന്ന് പറഞ്ഞിട്ട് സെമി കണ്ടക്ടറിലൊക്കെ ഉപയോഗിക്കുമല്ലോ, ലിഥിയം ബാറ്ററീസ് ഒക്കെ വേണ്ടേ, ചിപ്പ് വാഹനങ്ങളിലൊക്കെ. അതിനുമൊക്കെ അപ്പോൾ ഭാവിയിലേക്കുള്ള ധാതു സമ്പത്തൊക്കെ പാകിസ്ഥാനിലുണ്ട് എന്ന് കണ്ടിട്ടാണ് ഈ പാകിസ്ഥാൻ്റെ കൂടെ നിൽക്കുന്നത്. അപ്പോൾ ഇന്ത്യ ഇടിച്ച് നിരപ്പാക്കി പോകരുത്, ഒരുപക്ഷെ ബലൂചിസ്ഥാനും സ്വതന്ത്രമായി പോകരുത് എന്നുള്ള താല്പര്യവും അമേരിക്കയ്ക്ക് ഉണ്ടാകാം. ഈ എറിക് മേയർ ഒരു ഉന്നതതല സംഘത്തിനെ നയിച്ചിട്ടാണ് ഇസ്ലാമാബാദിൽ എത്തിയത്. എന്നിട്ട് പട്ടാള മേധാവി അസിം മുനീറിനെ കണ്ടു. അസിം മുനീറിനെ കണ്ടത് റാവൽപിണ്ടിയിലെ പട്ടാള ആസ്ഥാനത്ത് പോയി തന്നെയാണ് കണ്ടത്. അത് കഴിഞ്ഞ് പ്രധാനമന്ത്രി ഷഹബാസ് ഷെറീഫിനെയും ഈ മേയർ കണ്ടിരുന്നു. അമേരിക്ക ഈ ധാതുമണൽ സമ്പത്ത് അതിൽ വലിയ നിക്ഷേപം നടത്താം എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അതിൻ്റെ കരാറൊക്കെ ഒരുങ്ങി വരികയാണ്. പിന്നെ പാകിസ്ഥാൻ മിനറൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഫോറം 2025 എന്ന് പറഞ്ഞിട്ടൊരു പ്രദർശനവും കാര്യങ്ങളും ഒക്കെ അവിടെ നടന്നിരുന്നു. ഈ പ്രദർശനത്തിനെ പറ്റി ബലൂജ് പോരാളികൾ വിമർശനം ഉന്നയിച്ചിരുന്നു. ഞങ്ങളുടെ സമ്പത്തൊക്കെ ഇവർ ചൂഷണം ചെയ്ത് വിൽക്കാൻ പോവുകയാണെന്ന്. ആ ഉച്ചകോടി പാക് മിനറൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഫോറം 2025 പാകിസ്ഥാൻ കുത്തുവാള എടുത്തിരിക്കുന്നതുകൊണ്ട് ബലൂചിസ്ഥാനിലെ ധാതു സമ്പത്ത് വിറ്റ് കാശുണ്ടാക്കാം എന്നാണ് ഷഹബാസ് ഷെറീഫും അസിം മുനീറും ഒക്കെ കരുതുന്നത്. അതിനെയാണ് ബലൂച്ച് പോരാളികൾ അന്ന് വിമർശിച്ചിരുന്നത് ഈ ഫോറം നടക്കുമ്പോൾ. അപ്പോൾ പാക് മിനറൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഫോറത്തിൽ ഈ ഉന്നതതല സംഘം, അമേരിക്കൻ സംഘം, അവർ പങ്കെടുത്തിരുന്നു. അവരിതൊക്കെ കാണുകയും ചെയ്തിരുന്നു. അത് മിനറൽ വെൽത്ത് ഷോക്കേസ് ചെയ്യുന്നൊരു പരിപാടി. ഞങ്ങളുടെ മുമ്പിൽ ഇതൊക്കെ ഉണ്ട്, ഞങ്ങളുടെ കയ്യിൽ ഇതൊക്കെ ഉണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ വാങ്ങിക്കാം എന്ന് പറയുന്ന പരിപാടി. $6 ട്രില്യൺ ധാതു മണൽ സമ്പത്ത്, ധാതു നിക്ഷേപം പാകിസ്ഥാനിലുണ്ട് എന്നാണ് കണക്ക്. എന്ന് പറയുമ്പോൾ 51 ലക്ഷം കോടി രൂപയോളം വരും. ഇതൊക്കെ നമുക്ക് ആലോചിക്കാൻ പോലും പറ്റുന്ന സംഖ്യകളോ പൂജ്യങ്ങളോ അല്ല. 6 ട്രില്യൺ എന്നൊക്കെ പറയുമ്പോൾ ഇങ്ങനെയൊക്കെ യുക്രൈനിലും ഉണ്ട്. അതാണല്ലോ യുക്രൈനിലുള്ള താല്പര്യം. അതെ, ചൈന ആഗോളമായിട്ട് ഈ ധാതു സമ്പത്ത് പല രാജ്യങ്ങളിലും പോയി കരാറൊക്കെ ആയി കഴിഞ്ഞു. പ്രത്യേകിച്ച് ആഫ്രിക്കൻ രാജ്യങ്ങളിലൊക്കെ കൽക്കരി തുടങ്ങിയ സംഭവങ്ങളിലൊക്കെ കരാർ ആയതാണ്. അമേരിക്ക കുറെ പിന്നിൽ നിൽക്കുകയായിരുന്നു.
അപ്പോൾ അമേരിക്ക അബദ്ധം മനസ്സിലാക്കി മുന്നോട്ട് വരികയാണ്. അപ്പോൾ പാകിസ്ഥാൻ ലോകത്തിലെ 5ാമത്തെ ചെമ്പ് ശേഖരമുള്ള രാജ്യമാണ് പാകിസ്ഥാൻ. 5ാമത്തെ. ഇതൊക്കെ നമ്മൾ വായിക്കുമ്പോൾ വിഭജനം ആവശ്യമില്ലായിരുന്നു എന്ന് നമുക്ക് തോന്നുകയും, അതെ അതെ, മാത്രമല്ല ജിന്ന 6 മാസം കഴിഞ്ഞാൽ മരിച്ചു പോകുന്ന ഏതാണ്ട് ഉറപ്പും ഉണ്ടായിരുന്നു. ഒന്ന് നീട്ടിക്കൊണ്ട് പോയാൽ മതി. അത് മറ്റേ സ്വാതന്ത്ര്യ മർദ്ദരാത്രിയിൽ പുസ്തകത്തിലുണ്ട്. മുംബൈയിലൊരു ഡോക്ടർ സ്ഥിരീകരിച്ചിരുന്നു 6 മാസം. അതുപോലെ തന്നെ ജിന്ന മരിച്ചു പോവുകയും ചെയ്തു. അപ്പം അത് ഡിലേ ചെയ്യിച്ചാൽ മതിയായിരുന്നു. പക്ഷെ വിഭജിക്കണം എന്നുള്ളത് ബ്രിട്ടൻ്റെ പദ്ധതിയാണല്ലോ. 5ാമത്തെ ലോകത്തിലെ കോപ്പർ ചെമ്പ് ശേഖരമുള്ള രാജ്യമാണ്. അപ്പോൾ അമേരിക്ക, ചൈന, സൗദി അറേബ്യ, ഈ യൂറോപ്യൻ യൂണിയൻ ഇവരൊക്കെ ഈ ഫോറം ഉണ്ടല്ലോ, പാക് മിനറൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഫോറം, അതിൽ പങ്കെടുത്തിരുന്നു. അവർക്ക് എങ്ങനെയൊക്കെ നിക്ഷേപിക്കാൻ കഴിയും എന്നറിയാനായിട്ട്. ചെമ്പ്, സ്വർണം, ലിഥിയം ഇതൊക്കെ ധാരാളമായിട്ടുണ്ട് പാകിസ്ഥാനിൽ. അപ്പോൾ ഇത് സാമ്പത്തികമായി മാത്രമല്ല ഇതിന് പ്രാധാന്യമുള്ളത്, ജിയോ സ്ട്രാറ്റജിക് ഇമ്പോർട്ടൻസും ഉണ്ട്. ഭൗമ നയതന്ത്ര കാര്യങ്ങൾ ഇതുണ്ട്, ഇതിന് പ്രാധാന്യമുണ്ട് ഇതിന്. അപ്പോൾ ചൈനയ്ക്ക് ധാതുമണൽ നിക്ഷേപങ്ങളിൽ ആഗോള സ്വാധീനമുണ്ട്. അപ്പോൾ മേയർ ഈ ചർച്ചകളൊക്കെ നടത്തുന്നതിൻ്റെ ഇടയ്ക്ക് ഈ പോയ ഉദ്യോഗസ്ഥൻ, അമേരിക്കൻ ഉദ്യോഗസ്ഥർ പറഞ്ഞു, എ കോർ ഏരിയ ഓഫ് മ്യൂച്വൽ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞു. ഈ ധാതുമണൽ പരസ്പര താല്പര്യങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട മേഖലയാണിത് എന്ന് അദ്ദേഹം പറഞ്ഞു. എന്നിട്ട് മുനീർ വാക്ക് കൊടുത്തു, നിങ്ങളെന്ത് പദ്ധതിയുമായിട്ട് വന്നാലും ഞങ്ങൾ പട്ടാളം അത് സംരക്ഷിച്ച് തരും പദ്ധതികളൊക്കെ എന്ന്. പട്ടാളം എങ്ങനെയാണ് സംരക്ഷിക്കണമെന്ന് ബലൂചിസ്ഥാനിൽ കാണാമല്ലോ. അല്ലേ, നന്നായിട്ട് അറിയാലോ. ചൈനീസ് എഞ്ചിനീയർമാരെയൊക്കെ വെടിവെച്ച് തീർക്കുക, ഹൂറികളുടെ അടുത്തേക്കോ കാലപുരിയിലേക്കോ ഒക്കെ അയക്കുന്നുണ്ട്. അതെ, ചൈനക്കാരെ കണ്ടുകൂടാ, അവർക്ക് പാകിസ്ഥാൻ ആർമിയെ കണ്ടുകൂടാ. ഹൂറി പാദം പോകി എന്നാണ് പറയുന്നത് ഇപ്പോൾ. അപ്പോൾ അങ്ങനെ ലിഥിയം, കോബാൾട്ട്, കോപ്പർ ഇത് 3ഉം ആണ് ന്യൂ ഓയിൽ എന്ന് പറയുന്നത്, പുതിയ എണ്ണ. ഒരു കാലത്ത് എണ്ണ നിക്ഷേപം സൗദിയിൽ മറ്റ് ഗൾഫ് രാജ്യങ്ങളിൽ കണ്ടപ്പോൾ വലിയ കാര്യമായിരുന്നല്ലോ 70s. ഇപ്പോൾ പാകിസ്ഥാനിൽ ഇതൊക്കെ ഉണ്ട് എന്നുള്ളത്. 2040 ഈ ലിഥിയം, കോബാൾട്ട്, കോപ്പർ ഇത് ഇപ്പോഴത്തെ ആവശ്യത്തിൻ്റെ 4 ഇരട്ടി ആകും 2040 എന്ന് ഇന്റർനാഷണൽ എനർജി ഏജൻസി പറഞ്ഞിട്ടുണ്ട്, രാജ്യാന്തര ഊർജ ഏജൻസി. 2040 ആകുമ്പോൾ ഇപ്പം നമ്മൾ ലിഥിയം, കോബാൾട്ട്, ചെമ്പ് ഉപയോഗിക്കുന്നില്ലേ, അത് 4 ഇരട്ടിയായിട്ട് മാറും. അപ്പോൾ അമേരിക്കയ്ക്ക് എവിടെയെങ്കിലും ഇത് നിക്ഷേപിച്ചിടണം. ചൈന മുമ്പോട്ട് പോകുന്നുണ്ട്. ഇപ്പോൾ ലോകത്ത് ഈ റയർ എർത്ത് മിനറൽസ് ഉണ്ടല്ലോ, ആ ഖനികളിൽ 69% ചൈനയുടെ കയ്യിലാണ്. ഈ 44% കോപ്പർ സ്മെൽറ്റിംഗ്, ഉരുക്കുന്നത്, ചെമ്പൊക്കെ, അതും ആ പ്രക്രിയയും നടത്തുന്നത് ചൈനയാണ്. അതാണ്. അപ്പോൾ ചൈനയുടെ സ്വാധീനം അമേരിക്കയ്ക്ക് കടന്നു കയറാൻ പറ്റിയ ഭൂമേഖലയാണ് പാകിസ്ഥാൻ. അതുകൊണ്ട് ഇന്ത്യ പാകിസ്ഥാനെ നശിപ്പിക്കരുത്. ഈ അസിം മുനീറും ഷെഹബാസ് ഷെറീഫും ഇതുപോലത്തെ ആളുകളൊക്കെ ഉണ്ടാകണം. അപ്പോൾ യുക്രൈൻ, കോങ്കോ, ഇന്തോനേഷ്യ, ഉസ്ബെക്കിസ്ഥാൻ, പെറു ഇത്തരം രാജ്യങ്ങളിലൊക്കെ ഈ ധാതു നിക്ഷേപങ്ങളുണ്ട്. ഈ രാജ്യങ്ങൾ അവിടെയൊക്കെ അമേരിക്ക ശ്രദ്ധിക്കുന്നുണ്ട്. ഇപ്പോൾ യുക്രൈൻ നമുക്കറിയാമല്ലോ, നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്, അവിടുത്തെ ധാതു നിക്ഷേപത്തിൻ്റെ ഷെയർ വേണം എന്നും ട്രംപ് പറഞ്ഞതുമൊക്കെ. കോങ്കോ, ഇന്തോനേഷ്യ, ഉസ്ബെക്കിസ്ഥാൻ, പെറു ഇവിടെയൊക്കെ അമേരിക്ക ചെന്ന് പെട്ടിട്ടുണ്ട്. പാകിസ്ഥാനിലാണ് ലോകത്തിലെ 2ാമത്തെ ഉപ്പ് സോൾട്ട് റിസർവ്സ്, ലോകത്തിലെ 2ാമത്തെ ഉപ്പ് ശേഖരം ഉള്ളത്. പിന്നെ കൽക്കരി, പിന്നെ ചെമ്പ്, സ്വർണം ഒരുപാട് കണ്ടെത്തിയതൊക്കെ ആയിട്ട് റിപ്പോർട്ടുകൾ വരാറുണ്ടല്ലോ. ചഗായ് ജില്ലയിൽ, ചഗായ്
ചഗായ് എന്നൊക്കെ പറയുന്നൊക്കെ ഈ ബലൂജ് ഭാഗത്തൊക്കെ ഉള്ളതല്ലേ. ചഗായ് ഹിൽസിലാണല്ലോ അവര് അണുബോംബ് സ്ഫോടനം ആദ്യം നടത്തിയത്. അപ്പോൾ ചഗായിൽ റീക്കോ ദിക് പദ്ധതി എന്ന് പറഞ്ഞൊരെണ്ണം വരുന്നുണ്ട്. അത് ചെമ്പും സ്വർണവും ഖനനം ചെയ്യുന്ന പരിപാടിയാണ് ചഗായിൽ. അവിടെ കാനഡയിലെ ബാരക് ഗോൾഡ് എന്ന് പറഞ്ഞ കമ്പനി 5.5 ബില്യൻ്റെ കരാർ ഒപ്പിട്ടിട്ടുണ്ട് പാകിസ്ഥാനുമായിട്ട്, ചെമ്പും സ്വർണവും ഖനനം ചെയ്യാൻ. കാനഡയിലെ കമ്പനി ബാരക് ഗോൾഡ് 5.5 ബില്യൺ എന്ന് പറയുമ്പോൾ 46,976 കോടി രൂപ എന്ന് പറഞ്ഞാൽ 47,000 കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് കാനഡയിൽ ഒരു കമ്പനി. അവിടെ 2028 ഉൽപ്പാദനം തുടങ്ങും. ഖനനമൊക്കെ ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. 40 വർഷം 74 ബില്യൻ്റെ ക്യാഷ് ഫ്ലോ പാകിസ്ഥാനിന് ഉണ്ടാവും ഈ പദ്ധതിയിൽ നിന്നാണ് കണക്കാക്കുന്നത്. 6,32,043 കോടി രൂപ ഉണ്ടാവുമെന്നാണ് കണക്കാക്കുന്നത്. ഓരോ വർഷവും 2.8 ബില്യൺ റവന്യൂ പാകിസ്ഥാന് കിട്ടുന്നതാണ് കണക്ക്. അതിൽ നിന്ന് 24,256 കോടി രൂപ ഒരു വർഷം. ഈ IMF വായ്പയൊക്കെ തിരിച്ചടക്കണ്ടേ? അതെ അതെ, അതാണ്. അപ്പോൾ റീക്കോ ദിക്കിൻ്റെ ഈ റീക്കോ ദിക്ക് എന്ന് പറഞ്ഞ പദ്ധതി ഉണ്ടല്ലോ, കാനഡ ചെമ്പും സ്വർണവും കുഴിക്കാൻ വന്നിരിക്കുന്നത്, അതിൻ്റെ ഏറ്റവും അടുത്ത തുറമുഖം നിർഭാഗ്യവശാൽ ഗ്വാദാർ ആണ്. ഈ ഗ്വാദാർ തുറമുഖം പക്ഷെ ചൈനയുടെ കയ്യിലുമാണ്. പക്ഷെ അവിടേക്കല്ലേ പോകാൻ പറ്റാത്ത ഈ BLA അവരെ തടയുകയൊക്കെ ചെയ്യുന്നത്. അതൊക്കെ ശരി തന്നെ. പക്ഷെ കാനഡ ഈ പദ്ധതി ചെയ്യുന്നുണ്ടെങ്കിലും ചൈനയുടെ ഒരു തുറമുഖം വഴിയൊക്കെയല്ലേ ഇത് കടത്തിക്കൊണ്ടുപോകേണ്ടതും ഒക്കെ. പക്ഷെ തുറമുഖം ചൈനയുടെ കയ്യിലാണ്. അപ്പം ഇത്തരം പ്രശ്നങ്ങളും ഒക്കെ ആഗോളതലത്തിൽ ചൈനയെ കൊണ്ട് അഭിമുഖീകരിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആണ് ഈ മേഖലയിൽ ഒരു അമേരിക്കയുടെ കണ്ണ്. അതാണ് നമ്മളുടെ ഈ സംഘർഷം അയവ് വരണം എന്ന് അമേരിക്കയ്ക്ക് നിർബന്ധം ഉണ്ടായിരുന്നു. അതാണ് നാം മനസ്സിലാക്കേണ്ടത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.